അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽ 41-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. മനോരമാപി സ്വസ്ഥാഭൂതാശ്രമേ തത്ര സംസ്ഥിതം പാലയാമാസ പുത്രം തം സുദർശനമൃതവ്രതം. ദിനേ ദിനേ കുമാരോസൗ ജഗാമോപചയം തഥാ മുനിബാലഗത ക്രീഡൻ നിർഭയ സർവത ശുഭ. ഏകസ്മിൻ സമയേ തത്ര വിദല്ലം സമുപാഗതം ക്ലീബേതി മുനിപുത്രസ്തമാമന്ത്രയത്തദന്തികേ. സുദർശനസ്തു തച്ഛ്രുത്വാ ദധാരൈകാക്ഷരം സ്ഫുടം അനുസ്വാരയുതം തച്ച പ്രോവാചാപി പുനഃ പുനഃ. ബീജം വൈ കാമരാജാഖ്യം ഗൃഹീതം മനസാ തദാ ജജാപ ബാലകോത്യർത്ഥം ധൃത്വാ ചേതസി സാദരം. ഭാവിയോഗാൽ മഹാരാജ കാമരാജാഖ്യമത്ഭുതം സ്വഭാവേനൈവ തേനേദ്ധം ഗൃഹീതം ബാലകേന വൈ.
തദാസൗ പഞ്ചമേ വർഷേ പ്രാപ്യ മന്ത്രമനുത്തമം ഋഷിച്ഛന്ദോ വിഹീനം ച ധ്യാനന്യാസ വിവർജിതം പ്രജപൻ മനസാ നിത്യം ക്രീഡത്യപി സ്വപിത്യപി വിസസ്മാര നതം മന്ത്രം ജ്ഞാത്വാ സാരമിതി സ്വയം. വർഷേ ചൈകാദശേ പ്രാപ്തേ കുമാരോऽസൗ നൃപാത്മജാ മുനിനാ ചോപനീതോധാ വേദമധ്യാപിതസ്തഥാ ധനുർവേദം തഥാ സാംഗം നീതിശാസ്ത്രം വിധാനത അഭ്യസ്ത സകലാ വിദ്യാസ്തേന മന്ത്രബലാദിവ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാലക്ഷ്മ്യൈ നമഃ. ശ്രീമഹാസരസ്വത്यै നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായം. അതിൽ 32-ാമത്തെ ശ്ലോകം മുതൽ 41 കൂടിയുള്ള ശ്ലോകങ്ങൾ, 10 ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി പാടി അമ്മയുടെ ചരണ കമലങ്ങളിൽ ആദരപൂർവം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മനോരമ സ്വസ്ഥയായി സത്യവ്രതൻ പുത്രനെയും സംരക്ഷിച്ചു ആശ്രമത്തിൽ കഴിഞ്ഞു പോന്നു. ആശ്രമത്തിൽ മുനി കുമാരന്മാരുത്തു നിർഭയനായി സുദർശനൻ നല്ല പോലെ വളർന്നു വന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഒരു ദിനം വില്ലതന്നടുത്തു വന്ന നേരമൊരു മുനി കുമാരനോ ക്ലിബ എന്നു വിളിച്ചു. ക്ലിബ എന്നതിലെ ആദ്യ അക്ഷരത്തെ കേട്ടു. പിന്നെ അതു തന്നെ സുദർശനൻ വീണ്ടും പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജഗദംബ തന്റെ കാമരാജമെന്ന ബീജാക്ഷരം ആണെന്നറിഞ്ഞവനോ വീണ്ടും ജപിച്ചു. ഭാഗ്യം വരാൻ യോഗമുള്ളവനായതിനാലെയല്ലോ സ്വാഭാവികമായി മന്ത്രം ലഭിച്ചുവല്ലോ. അമ്മേ ദേവി,
അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. 5 വയസ്സിലാണല്ലോ ഈ മന്ത്രത്തെ ലഭിച്ചത്. ഋഷിയോ ഛന്ദസോ ധ്യാനമോ ഉണ്ടായില്ല. സദാ നേരം ഈ മന്ത്രത്തെ ജപിച്ചു സുദർശനനും സാരമായ മന്ത്രത്തിനെ മറന്നതില്ല. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. 11-ാം വയസ്സിലോ ഉപനയനം നടത്തി. പിന്നെ വേദം വേണ്ട പോലെ പഠിപ്പിച്ചല്ലോ. സാങ്കോപാംഗമായ ധനുർവേദവും നീതിശാസ്ത്രവും സകലതും പഠിച്ചു മന്ത്രത്തിൻ ശക്തിയാൽ. സാങ്കോപാംഗമായ ധനുർവേദവും നീതിശാസ്ത്രവും സകലതും പഠിച്ചു മന്ത്രത്തിൻ ശക്തിയാൽ. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം ഇവിടെ തൃതീയ സ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽ 41-ാമത്തെ ശ്ലോകം വരെ പാരായണം ചെയ്തും ഭാഷാഗാനമായി പാടിയും ഇപ്പതാ പ്രഭാഷണ രൂപത്തിലും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജയുടെ 252-ാമത്തെ ദിവസമാണ്. ഇവിടെ വേദവ്യാസൻ പറഞ്ഞു നിർത്തി. മന്ത്രിവൃദ്ധൻ്റെ വാക്കുകേട്ട് യുധാജിത്ത് മഹർഷിയെ നമസ്കരിച്ച് തൻ്റെ നഗരത്തിലേക്ക് തിരിച്ചുപോയി. ജഗാമ സ്വപുരം നൃപ എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. മനോരമാപി സ്വസ്ഥാഭൂതാശ്രമേ തത്ര സംസ്ഥിതം
പാലയാമാസ പുത്രം തം സുദർശനമൃതവ്രതം. മനോരമയ്ക്ക് യുധാജിത്ത് പോയതോടുകൂടി സ്വസ്ഥത ലഭിച്ചു. അവൾ സത്യവ്രതനായ ആ സുദർശനൻ എന്ന പുത്രനെ രക്ഷിച്ചും കൊണ്ട് ആശ്രമത്തിൽ, ഭരദ്വാജന്റെ ആശ്രമത്തിൽ താമസിക്കുകയും ചെയ്തു. ദിനേ ദിനേ കുമാരോസൗ ജഗാമോപചയം തഥാം മുനിബാലഗത ക്രീഡൻ നിർഭയ സർവതശുഭാം. ആ രാജകുമാരൻ, ആ സുദർശനൻ ആശ്രമത്തിലെ മുനിബാലഗത ക്രീഡൻ, മുനികുമാരന്മാരോട് കൂടി ചേർന്ന് അവരോട് കൂടി എല്ലായിടത്തും നിർഭയം, ഒരു പേടിയുമില്ലാതെ സന്തോഷത്തോടുകൂടി സഞ്ചരിച്ച് ദിവസം തോറും നല്ല പോലെ വളർന്നു വന്നു എന്ന് പറയുന്നു. അനുദിനം ശരീരവും മനസ്സും നല്ല ദൃഢമാക്കിക്കൊണ്ട് വളർന്നു വരുന്നു ആ സുദർശനൻ. അങ്ങനെ ഇരിക്കെ ഏകസ്മിൻ സമയേ തത്ര വിദല്ലം സമുപാഗതം. വിദല്ലൻ മന്ത്രിയാണ് അല്ലേ? ആ വിദല്ലൻ ഒരു ദിവസം ഈ ഉണ്ണിയുടെ അടുത്ത് വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ മുനികുമാരൻ കളിയാക്കിക്കൊണ്ട് ക്ലീബേതി മുനിപുത്രസ്തമമാമന്ത്രയ തദന്തികേ, തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ആ മുനികുമാരൻ, ഏതോ ഒരു മുനികുമാരൻ എന്ത് പറഞ്ഞു? ക്ലീബ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. സുദർശനസ്തു തച്ഛുത്വാ, സുദർശനൻ അത് കേട്ടു. അപ്പോ പറഞ്ഞ വാക്കിലെ ഒരക്ഷരം സുദർശനൻ വ്യക്തമായിട്ട് കേട്ടു എന്നാണ്. പറഞ്ഞത് ക്ലീബ എന്നാണെങ്കിലും അതിലെ ആദ്യത്തെ അക്ഷരം ക്ലീ എന്ന അക്ഷരം അനുസ്വാരത്തോടുകൂടി വീണ്ടും വീണ്ടും ആവർത്തിച്ചു. ക്ലീം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് ആ ക്ലീം എന്ന് പറഞ്ഞാൽ? ബീജം വൈ കാമരാജാഖ്യം ഗൃഹീതം മനസാ തദാ. ജഗദംബികയുടെ കാമരാജം എന്നു പേരുള്ള ബീജാക്ഷരമാണ് അത് എന്ന് അപ്പോൾ തന്നെ ആ കുമാരന് മനസ്സിലായി, അല്ലെങ്കിൽ അതിനെ പഠിച്ചു. ജജാമ ബാലകോത്യർത്ഥം ധൃത്വാ ചേതസി സാദരം. വലിയ ആദരവോടുകൂടി ആ മഹാമന്ത്രത്തെ, ആ ഏകാക്ഷരത്തെ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, നിരന്തരം അതിനെ ജപിക്കുകയും ചെയ്തു. നോക്കൂ, അദ്ദേഹത്തിന് ആ അമ്മയുടെ അനുഗ്രഹം വന്നു ചേർന്ന വഴി സുദർശനന്. ഏതായാലും ഭാവിയോഗാൻ മഹാരാജ കാമരാജാഖ്യമത്ഭുതം സ്വഭാവേനൈവ തേനേദ്ധം ഗൃഹീതം ബാലകേന വൈ. രാജാവേ, സൗഭാഗ്യം വരാൻ യോഗമുള്ളവനായതുകൊണ്ട് അപ്പോ എങ്ങനെയാണെങ്കിലും അത് വന്നു ചേരും എന്നാണ്. അത്ഭുതകരമായിരിക്കുന്ന ഈ കാമരാജ ബീജം ആ ഉണ്ണിക്ക് ഇങ്ങനെ സ്വാഭാവികമായി ഒട്ടും തന്നെ പ്രയാസമില്ലാതെ ആ സുദർശനന് ലഭിക്കാൻ ഇടവന്നു എന്ന് പറയുന്നു. തദാസൗ പഞ്ചമേ വർഷേ പ്രാപ്യമന്ത്രമനുത്തമം. 5 വയസ്സ് പ്രായമുള്ള സമയത്താണ് സുദർശനന് ഈ അത്യുത്തമമായ മന്ത്രം ലഭിച്ചത്. ശ്രീമദ് ഭാഗവതം, ധ്രുവചരിത്രം കേട്ടിട്ടുള്ള നമുക്കറിയാം. 5 വയസ്സിലാണ് നാരദ മഹർഷിയിൽ നിന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ധ്രുവന് ലഭിച്ചത്. ഇവിടെ ആ ഏകാക്ഷരി അത് ഈ സുദർശനന് ലഭിച്ചു 5 വയസ്സുള്ള സമയത്ത്. എന്നാൽ ഋഷിച്ഛന്തോ വിഹീനം ച ധ്യാനന്യാസ വിവർജിതം. ഋഷി, ഛന്ദസ്, ധ്യാനം ഇതൊന്നും അതിനുണ്ടായിരുന്നില്ല എന്നാണ്. സാധാരണ എല്ലാ മന്ത്രത്തിനും ഋഷി, അതേപോലെ ഛന്ദസ്, ഏത് ദേവതയെക്കുറിച്ചാണ് എന്നൊക്കെ ഋഷി, ഛന്ദസ്, ദേവത, ധ്യാനം ഇതൊക്കെ വേണം. ഇതൊന്നും ഉണ്ടായിരുന്നില്ല, സുദർശനന് അറിയുമായിരുന്നില്ല.
പ്രജവൻ മനസാ നിത്യം ക്രീഡത്യപി സ്വപിത്യപി. ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ തന്നെ മനസ്സ ഈ മന്ത്രത്തെ ജപിച്ചുകൊണ്ടിരുന്നു. വിസസ്മാരന തം മന്ത്രം, ആ മന്ത്രം സാരമായൊരു മന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് ജ്ഞാത്വാസാരമിതി സ്വയം, അതുകൊണ്ട് എന്താ വിസസ്മാരന തം മന്ത്രം, ഒരിക്കലും ആ മന്ത്രത്തെ മറന്നതേയില്ല ഈ രാജകുമാരൻ എന്ന് പറയുന്നു. വർഷേ ചൈകാദശേ പ്രാപ്തേ കുമാരോസൗ നൃപാത്മജാ മുനിനാ ചോപനീതോധാ വേദമധ്യാപിതസ്തഥാ. വർഷേ ചൈകാദശേ പ്രാപ്തേ, ഇപ്പോ 11 വയസ്സ് രാജപുത്രനായ ആ കുമാരൻ, കുമാരോസൗ നൃപാത്മജ, നൃപന്റെ രാജാവിൻ്റെ പുത്രനായിരിക്കുന്ന ആ ഉണ്ണിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 11 വയസ്സ്. 11ാമത്തെ വയസ്സിലേക്ക് കടന്നപ്പോ മുനിനാ ചോപനീതോധ വേദമധ്യാപിതസ്തഥ, മുനി ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണല്ലോ, ആ മുനി ആ ഉണ്ണിയെ ഉപനയനം നടത്തി. ഉപനയനം നടത്തിയതുകൊണ്ട് പിന്നെ വേദപഠനം ഉണ്ടായി എന്നാണ്. വേദവും വേണ്ട പോലെ പഠിപ്പിച്ചു തുടങ്ങി. ധനുർവേദം തഥാ സാംഗം നീതിശാസ്ത്രം വിധാനത അഭ്യസ്ത സകലാ വിദ്യാസ്തേന മന്ത്രബലാദിവ. ആ കാമബീജമന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട്, അതിൻ്റെ പ്രഭാവം കൊണ്ട്, അതിൻ്റെ ബലം കൊണ്ട് ആ ഉണ്ണി അവൻ സാങ്കോപാംഗമായിരിക്കുന്ന ധനുർവേദവും അതേപോലെ വിധിപ്രകാരം ആ നീതിശാസ്ത്രത്തെയും, നീതിശാസ്ത്രം വിധാനത ധനുർവേദം തഥാസാംഗം, ആ നീതിശാസ്ത്രവും അതേപോലെ സകല വിദ്യാസ്തേന മന്ത്രബലാദിവ അഭ്യസ്ത, ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാ വിദ്യകളും അഭ്യസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 41ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായി നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു,
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.